ഭക്തിയോ ദൈവഭയമോ ലവലേശം പോലും ഇല്ലാത്തവനാ മേലധികാരി. കർപ്പൂര ദീപവും പ്രസാദവും ആദ്യം തനിക്കെന്ന ദുശ്ശാഠ്യമുള്ളവൻ. തൃക്കടയൂരപ്പ ഭഗവാനെ എന്നാരും ഉച്ചരിക്കാൻ പാടില്ല. കലികാലനപ്പ ഭഗവാനെ എന്ന് മാത്രമേ ഉച്ചരിക്കാവൂ എന്ന് അയാള് കൽപ്പന പുറപ്പെടുവിച്ചാലോ? നമുക്ക് വിലങ്ങനെ നിന്ന മീനാക്ഷിയെ തള്ളി മാറ്റിയത് ശരിയായില്ല എന്ന് മേൽശാന്തി. വള്ളിയമ്മയും മീനാക്ഷിയും ഒക്കെ അയാളുടെ പക്ഷം പിടിച്ച് സംസാരിക്കുകയും ചെയ്തു. അവര് നമ്മുടെ നോട്ടപ്പുള്ളികളായി കഴിഞ്ഞുകൂടാണ്. എങ്കിൽ രക്ഷപ്പെട്ടു. അവള് വീണ്ടും വന്നല്ലോ. എന്താണ് അവളുടെ ഉദ്ദേശമെന്ന് മനസ്സിലാകുന്നില്ലല്ലോ. എന്നെ അന്വേഷിച്ച് തന്നെ അവര് വന്നത്. എന്റെ ജീവനും കൊണ്ട് അവര് പോവും. ഭാവിയിൽ ഈ തറവാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള അവസ്ഥ നമുക്കുണ്ടാവരുത്. നീ വിഷമിക്കാതെ. അഥവാ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാവുന്നെങ്കിൽ എന്റെ തള്ളയുടെയും പേരക്കുട്ടിയുടെയും മരണം എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും.